ജനാർദ്ദനക്കുറിപ്പാണ്. മന്ത്രസിദ്ധി തന്ത്രത്തിൽ കാമരത്ന തന്ത്രത്തിൽ യൂഗലിഖ്യാതി നിവാരണം 575 പേജിൽ യൂഗം ലിഖ്യം എന്നൊക്കെ പറഞ്ഞാൽ പേൻ താരൻ തുടങ്ങിയാണ്. അത് മാറ്റുന്നതാണ്. വിസംഗം, ഗന്ധകം, താമരപ്പൂ എന്നിവ ഗോമൂത്രത്തിൽ ചാലിച്ച് കടുകെണ്ണയിൽ ചേർത്ത് ചൂടാക്കി തൈലമാക്കി വെച്ച് തലയിൽ പുരട്ടിയാൽ മുടിയിലുള്ള പേൻ, താരൻ മുതലായ ക്ഷുദ്രജീവികളെല്ലാം പോകും. ശാലപർണിയുടെ വേര് ഗോമൂത്രത്തിൽ അരച്ച് മുടിയിൽ തേച്ചാൽ പേനുകൾ പോകും. കാലേ ധതൂരത്തിൻ്റെ രസം ഒരു അളവാണ് എടുത്ത് പാരതം ചേർത്ത് വെറ്റില രസത്തിൽ ചാലിച്ച് ഒരു തുണിയിൽ കിഴികെട്ടി 9 മണിക്കൂർ വരെ തലയിൽ വയ്ക്കണം. എന്നാൽ തലയിലെ സർവ്വ പേനുകളും മറ്റും ചത്തുപോകും. ഇക്കാര്യത്തിൽ സംശയമില്ല. 2 പ്രകാരമുള്ള ഹൽദികളും ഹരിദ്രയും ദാരുഹരിദ്രയും പൊടിച്ച് നവനീതം ചേർത്ത് തലയിൽ തേച്ചാൽ തലയിലുള്ള സൂക്ഷ്മജീവികളെല്ലാം നശിക്കും. നീലകമലം, എള്ളെണ്ണ, യഷ്ടി, സർഷഭ, കടുകണം, നാഗകേസരം, ധാത്രീഫലം ഇവ ചേർത്ത് അരച്ച് തലമുടിയിൽ തേച്ചാൽ സർവ്വവിധ പേനുകളും മുതലായവ നശിക്കും. ഹൽദി, ഗന്ധകം, വായവീടങ്കം, ഗോമൂത്രം, എള്ളെണ്ണ ഇവ പാരതം ചേർത്ത് പുരട്ടിയാൽ മുടിയിലുള്ള ഉണ്ടാകുന്ന പലവിധ തരം പേനുകളും ചാവും. കക്ഷ, ഗുഹ്യരോമങ്ങളിലും മറ്റ് മേൽപ്പറഞ്ഞ മരുന്നുകളെല്ലാം ഉപയോഗിക്കാവുന്നതാണ്. ലാക്ഷ, ഭല്ലാതകം, മുസ്ത, കൂട്ടം, ഗുൽഗുലു, എള്ള്, വായുവിടങ്കം ഇവ അരച്ച് പുരട്ടിയാൽ സർവ്വവിധ പേനുകളും താരനും മറ്റ് സൂക്ഷ്മജീവികളും നശിക്കുന്നു. ഗോമൂത്രത്തിൽ ബില്ലമൂലം അരച്ച് പുരട്ടിയാലും പേനുകൾ നശിച്ചു പോകും. യൂഗലിഖ്യാതി നിവാരണം കഴിഞ്ഞു. കേശസ്യേന്ദ്ര ലുപ്താദി നിവാരണം. ഇന്ദ്രലുപ്തം എന്ന് പറഞ്ഞാൽ തലമുടി വട്ടത്തിൽ പൊഴിഞ്ഞു പോകുന്നതാണ്. പിന്നെ വരാതിരിക്കുകയും ചെയ്യും. അങ്ങനെ പലതവണ പല സ്ഥലത്തായിട്ട് ചെയ്യുമ്പോൾ പിന്നെ തലമുടി ഉണ്ടാവില്ല. ആയുർവേദത്തിൽ ഇത് രോഗമായി കരുതുന്നു. പിന്നീട് തലയിൽ രോമങ്ങൾ ഇല്ലാതായിത്തീരുന്നു. ആനപ്പല്ല് ആട്ടിൻപാലിൽ നന്നായി വെളുത്ത കൺമഷി പോലെ അരച്ച് തലയിൽ പുരട്ടണം. കുറച്ചു കാലം തുടരണം. എന്നാൽ പെട്ടതലയിൽ രോമങ്ങൾ കിളിച്ചു വരും. ഇന്ദ്രലുപ്തം മാറും. ഈ പ്രയോഗം കൊണ്ട് ശരീരത്തിൽ എവിടെയും രോമങ്ങൾ വളരും. കൈവെള്ളയിൽ കൂടി വരും. കുങ്കുമം, കാലിമിർച്ച അല്ലെങ്കിൽ ജാബിരി ബീജത്തിൻ്റെ രസവ എള്ളെണ്ണയിൽ അരച്ച് പുരട്ടിയാലും വേഗം ഇന്ദ്രലുപ്തം മാറി തലമുടി വളരും. ആനപ്പല്ല് ചൂടാക്കി ആട്ടുപാലും രസഭൂതവും രസാഞ്ജനം ചേർത്ത് നന്നായി അരച്ചിട്ടാലും ഇന്ദ്രലുപ്തം മാറും. കൈവെള്ളയിൽ പോലും രോഗം വളരാനുള്ള യോഗമാണിത്. ജാതി പുഷ്പം, ദളം, മൂലം ഇവ കറുത്ത പശുവിൻ്റെ മൂത്രത്തിൽ അരച്ച് പുരട്ടിയാൽ 7 ദിവസം കൊണ്ട് തന്നെ തലമുടികൾ ഉറയ്ക്കും. ശൃംഗാട, ത്രിഫല, ഭൃങ്കി, നീലകമലം, ലോഹചൂർണം ഇവ നന്നായി സൂക്ഷ്മചൂർണമാക്കി കിട്ടി അളവിൻ്റെ 4 ഇരട്ടി എള്ളെണ്ണ ഒഴിച്ച് തീയിൽ തിളപ്പിച്ച് പാകപ്പെടുത്തണം. ഈ എണ്ണ തേച്ചാൽ തലമുടി നന്നായി വളരുകയും സരളമാവുകയും ബലം വയ്ക്കുകയും ചെയ്യും. ശൃംഗാട എന്നതിന് പകരം ഭൃങ്കാട എന്ന അഭിപ്രായമുണ്ട്. തലമുടി കീടങ്ങൾ മൂലമാണ് കൊഴിഞ്ഞു പോകുന്നതെങ്കിൽ ആ സ്ഥാനത്ത് സ്വർണം കൊണ്ട് ഉരസണം. അങ്ങനെ ചെയ്തിട്ട് മാറ്റമില്ലെങ്കിൽ മരുന്ന് പുരട്ടണം. കേശസ്യേന്ദ്ര ലുപ്താദി നിവാരണം കഴിഞ്ഞു. കാമരന്ധ്രതന്ത്ര ഭാഗം കഴിഞ്ഞു.